രാജ്യദ്രോഹം എന്റെ മതമായി മാറിയിരിക്കുന്നുവെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ദണ്ഡിയാത്രയിലായിരുന്നു മഹാത്മാഗാന്ധിയുടെ പ്രഖ്യാപനം. മഹാത്മാഗാന്ധിയെയും ബാലഗംഗാധര തിലകനെയും നിശബ്ദമാക്കാൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച കോളനി കാല നിയമമെന്ന് രാജ്യദ്രോഹ നിയമത്തെ വിശേഷിപ്പിച്ചത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന NV രമണയാണ്. യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നുവെങ്കിൽ രാഹുൽ ചൈന ഇന്ത്യയുടെ ഭൂപ്രദേശം കൈയടക്കിയെന്ന് പറയില്ലായിരുന്നുവെന്ന സുപ്രീം കോടതി ജസ്റ്റിസിന്റെ പരാമർശം സുപ്രീം കോടതിയുടെയും മഹാത്മാഗാന്ധിയുടെയും ഒക്കെ വാക്കുകൾ വീണ്ടും ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. പൗരന്മാരുടെ സ്വാതന്ത്ര്യം അടിയറവ് വെപ്പിക്കാനുള്ള നിയമമാണോ രാജ്യദ്രോഹം എന്ന ചർച്ചകൾ വീണ്ടും ഉയരുന്നു. ചോദ്യം ചോദിച്ചാൽ രാജ്യദ്രോഹിയോ? ചൈന ഇന്ത്യയുടെ ഭൂപ്രദേശം കൈയടക്കിയെന്ന പ്രസ്താവനയിൽ സുപ്രീം കോടതിയിൽ രാഹുൽ ഗാന്ധിക്ക് രൂക്ഷ വിമർശനം നേരിട്ടത് ഇന്നലെയാണ്. യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നുവെങ്കിൽ രാഹുൽ ഈ പരാമർശം നടത്തില്ലായിരുന്നുവെന്നാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് വിമർശിച്ചത്. കോടതി ഇടപെടലിനെതിരെ കോൺഗ്രസും കോടതിയുടെ പരാമർശങ്ങൾ ആയുധമാക്കി BJPയും ഈ വിഷയം ഏറ്റുപിടിക്കുകയാണ്. 2022 ഡിസംബറിൽ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ നടത്തിയ പരാമർശമാണ് കോടതി കയറിയത്. 2020 ഗാൽവൻ വാലിയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു രാഹുലിന്റെ പ്രസ്താവന. ചൈനീസ് പട്ടാളം ഇന്ത്യൻ സൈനികരെ മർദ്ദിച്ചെന്നും രാജ്യത്തിന്റെ 2000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ പ്രദേശം ചൈനക്കാർ കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നുമായിരുന്നു രാഹുലിന്റെ പരാമർശം. സൈന്യത്തെ അവഹേളിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി രാഹുലിന്റെ പരാമർശത്തിനെതിരെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ മുൻ ഡയറക്ടർ ഉദയ് ശങ്കർ ശ്രീവാസ്തവയാണ് കോടതിയെ സമീപിച്ചത്. എന്താണ് ഈ വിഷയത്തിൽ ഇന്നലെ കോടതിയിൽ സംഭവിച്ചത്? 2000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ പ്രദേശം ചൈനക്കാർ കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് രാഹുലിന് എങ്ങനെ അറിയാമെന്ന് കോടതി ചോദിച്ചു. വിശ്വസനീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ പരാമർശമെന്നും കോടതി ചോദിച്ചു. ചൈനീസ് പട്ടാളം ഇന്ത്യൻ സൈന്യത്തെ ആക്രമിച്ചുവെന്ന പരാമർശത്തിൽ സംഘർഷത്തിൽ ഇരുപക്ഷത്തും ആളപായമുണ്ടാകുന്നത് അസാധാരണമാണോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ രാഹുൽ ഇത് പറയില്ലെന്നായിരുന്നു ജസ്റ്റിസ് ദീപാങ്കർ ദത്ത പറഞ്ഞത്. പ്രതിപക്ഷ നേതാവായ താങ്കൾക്ക് കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നതിനു പകരം പാർലമെന്റിൽ പറഞ്ഞുകൂടെ എന്ന ചോദ്യവും കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. തെളിവില്ലാതെ പ്രസ്താവനകൾ നടത്തുന്നത് എന്തിനെന്ന് കോടതി ചോദിച്ചു. രാഹുലിന് വേണ്ടി ഹാജരായത് മനു അഭിഷേക് സിംഗ്വിയായിരുന്നു. വിവരങ്ങൾ മറച്ചുവെക്കുന്ന സർക്കാർ രീതിയെയാണ് രാഹുൽ ചോദ്യം ചെയ്തതെന്ന് സിംഗ്വി വാദിച്ചു. രാഹുലിനെതിരായ പരാതി അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും സിംഗ്വി ചൂണ്ടിക്കാട്ടി. കേസിലെ തുടർ നടപടി 3 ആഴ്ചത്തേക്കാണ് സ്റ്റേ ചെയ്തത്. കേസ് റദ്ദാക്കണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല. കേസ് റദ്ദാക്കാൻ വിസമ്മതിച്ച അലഹബാദ് ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് രാഹുൽ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ പരാമർശം. കോടതി പരാമർശത്തിനെതിരെ ഇന്ന് ശക്തമായി പ്രതികരിച്ചത് പ്രിയങ്ക ഗാന്ധിയാണ്. യഥാർത്ഥ ഇന്ത്യക്കാരൻ ആരെന്ന് ജഡ്ജിമാരല്ല തീരുമാനിക്കുന്നതെന്ന് എല്ലാ ആദരവോടെയും പറയുന്നുവെന്നായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം. സർക്കാരിനെ ചോദ്യം ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ കടമയാണ്. സൈന്യത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന രാഹുൽ ഗാന്ധി സേനയ്ക്കെതിരെ സംസാരിച്ചിട്ടില്ലെന്നും തെറ്റായ വ്യാഖ്യാനമാണ് നടക്കുന്നതെന്നും പ്രിയങ്ക പ്രതികരിച്ചു. യഥാർത്ഥ ഇന്ത്യക്കാരൻ ആരെന്ന് നിർവചിക്കാൻ ആർക്കാണ് അധികാരമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ചോദിച്ചു. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചർച്ച ഓരോ ദേശസ്നേഹിയായ ഇന്ത്യക്കാരന്റെയും ചിന്തയാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇന്ത്യക്ക് വേണ്ടി ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന തങ്ങളാണ് യഥാർത്ഥ ഇന്ത്യക്കാരെന്നും വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ഒഡീഷ കോൺഗ്രസ് അധ്യക്ഷൻ ഭക്തചരൺ ദാസും മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച് രംഗത്ത് വന്നു. കോടതി പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ രാഹുലിനെ കടന്നാക്രമിക്കുകയാണ് പക്ഷേ BJP. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ കോടതിക്ക് ഇത്തരം ശക്തമായ സന്ദേശം നൽകേണ്ടി വന്നതെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കുറ്റപ്പെടുത്തി. സൈന്യത്തെ അപമാനിക്കുന്നത് രാഹുലിന്റെയും കോൺഗ്രസിന്റെയും രക്തത്തിൽ അലിഞ്ഞതാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ കുറ്റപ്പെടുത്തുന്നു. കോടതി പരാമർശത്തോടെ രാഹുൽ സർട്ടിഫൈഡ് ആന്റി നാഷണൽ ആയെന്നാണ് BJP വക്താവ് അമിത് മാളവ്യ കുറ്റപ്പെടുത്തിയത്. സുപ്രീം കോടതി പരാമർശം സ്വാഗതം ചെയ്ത് കങ്കണ റണൌട്ട് MP രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ വിരുദ്ധ മനോഭാവമാണെന്നും കോടതിയുടെ നിലപാട് താക്കീതായി കാണണമെന്നും ആവശ്യപ്പെട്ടു. വിയോജിപ്പിനെ രാജ്യദ്രോഹമായി മുദ്ര കുത്തരുതെന്ന് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വിയോജിപ്പുകൾ തടയാൻ സ്റ്റേറ്റ് മിഷനറികൾ ഉപയോഗിക്കപ്പെടുന്നത് ഭയമുളവാക്കുന്നുവെന്നും ഇത് നിയമവാഴ്ചയെ ലംഘിക്കുന്നുവെന്നുമായിരുന്നു ചന്ദ്രചൂഡിന്റെ വാക്കുകൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച കോളനി കാല നിയമമെന്ന് രാജ്യദ്രോഹ നിയമത്തെ വിശേഷിപ്പിച്ചത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന NV രമണയാണ്. അങ്ങനെ നിരവധി കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കപ്പെട്ടിടത്താണ് കോടതി വാക്കാൽ നടത്തിയ പരാമർശങ്ങൾ രാജ്യദ്രോഹ ചാപ്പയാക്കാൻ ഉപയോഗിക്കപ്പെടുന്നത്.